ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡ്രീം വേൾഡ്. അപ്പോൾ ഞങ്ങൾക്ക് പുതിയൊരു സബ്സ്ക്രൈബർ ഉണ്ട്. അവർ മണിക്കുട്ടിനെ കുളിപ്പിക്കുന്ന വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുകയാണ്. മണിക്കുട്ടിനെ എന്നും കുളിപ്പിക്കാറുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, വീഡിയോ എടുക്കാനൊന്നും പറ്റാറില്ല. അപ്പോൾ ഇത് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യണം. എന്നത്തെ പോലെ എന്താണ് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ നിറച്ച് വെച്ചിരുന്നു പാത്രത്തിൽ. അപ്പോൾ ഇന്ന് ഭയങ്കര ദാഹമായിരുന്നു അവർക്ക്, അത് കാരണം അവളതൊക്കെ കുടിച്ച് തീർത്തു. എന്നും പുല്ലും വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷമാണ് കുളിപ്പിക്കാൻ നിൽക്കാറ്. ഇപ്പോൾ ഇന്ന് അവൾ കഞ്ഞിവെള്ളമൊന്നും കുടിച്ചിട്ടില്ല, കാരണം ഇന്നലെ കൊണ്ടുവച്ച വെള്ളം ചെറുതായിട്ടൊന്ന് പുളിച്ച് പോയി. അത് കാരണം ആ വെള്ളം കുടിച്ചതുമില്ല. അപ്പോൾ പച്ചവെള്ളം തന്നെ അങ്ങോട്ട് വെച്ചെടുക്കുകയും ചെയ്തത്. പച്ചവെള്ളത്തിൽ ഈ ഓക്കയും പൊടിയൊക്കെ ഇട്ട് വെച്ചെടുത്താൽ അവളത് കുടിച്ചോളും. അപ്പോൾ ഇന്ന് അങ്ങനെ ചെയ്യാമെന്ന് കരുതി. ഇടയ്ക്കൊക്കെ ഞാൻ മണിക്കുട്ടിനെ അതേപോലെ എണ്ണയൊക്കെ തലയിലിട്ട് കുളിപ്പിക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കണ്ണിലിങ്ങനെ ചൂട് കാരണം തോന്നണം, വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്നിങ്ങനെ ചെയ്യും. അപ്പോൾ കണ്ണെല്ലാം വൃത്തിയിലിരിക്കണമെന്ന് കാണാം. അപ്പോൾ കുറച്ച് എണ്ണ കൈക്ക് എടുത്തിട്ട് അവളെ തലയിലൊന്ന് പിടിപ്പിക്കണം. കുട്ടിയെ എണ്ണ തല കിട്ടുമ്പോ ഇങ്ങനെ തേക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ണിൻ്റെ ഈ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോവും. ഇങ്ങനെ കൈ വെച്ച് കണ്ണിൻ്റെ താഴെയൊക്കെ ഒന്ന് പിടിപ്പിക്കലാണ്, ഒന്ന് തേച്ച് പിടിപ്പിക്കും. കണ്ണെല്ലാം വൃത്തി ആവുകയും ചെയ്യും. ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ കണ്ട് എന്തൊക്കെയോ ഒട്ടിയ പോലെയാണ്. അപ്പോൾ ആളൊന്ന് കുളിപ്പിക്കാൻ നേരം വൈകിയാണ്. അപ്പോൾ അങ്ങനെ അടുത്തത് ഒരു കുളി. മണിക്കുട്ടിയെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, വായോ, ഇങ്ങോട്ട് വാ. ആളെന്നും നേരത്തെ കുളിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചക്കമ്മ പണി കിട്ടിയപ്പോൾ കുളിപ്പിക്കാനൊക്കെ നേരം വൈകി. അപ്പോൾ ആ ഒരു ചെറിയ കുറുമ്പുണ്ട് കേട്ടോ ആൾക്ക്. അപ്പോൾ വിളിച്ചിട്ടൊന്നും വരണില്ല. കുട്ടിയെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, വായോ. കുട്ടി കിടന്നോ, അടക്ക്. ഇവിടെ നിൽക്കേ, മറ്റേ കണ്ണു. ഞാൻ ഇടയ്ക്ക് ഇതേപോലെ വെളിച്ചെണ്ണ എടുത്തിട്ട് ഇവിടെ കണ്ണിൻ്റെ അവിടെ ഇങ്ങനെ ഇടയ്ക്കൊന്നാക്കി കൊടുക്കട്ടോ. ആൾ എന്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ആളെന്തിനു നിന്ന് തരും. ആൾക്കിപ്പോൾ കുളിക്കാനും നേരം കാലമൊന്നുമില്ല. ഏത് നേരത്തായാലും കുളിച്ചാൽ മതി, കാരണം ഇപ്പോഴത്തെ ചൂടും. അപ്പോൾ കുളിക്കണതൊക്കെ ഇഷ്ടമാണ്. ഇപ്പോഴത്തെ കുറുമ്പ് എന്താണെന്ന് വെച്ചാലേ, ഇന്നൊന്ന് കുളിക്കാൻ നേരം വൈകി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഇത് അവൾ കാണിക്കുന്നുണ്ട്. മണിക്കുട്ടിയെ, മണിക്കുട്ടിയെ കുളിക്കണ്ടേ, സുന്ദരിയാവണ്ടേ? അവളെ ഈച്ച അങ്ങോട്ട് പൊതിയാണ്. അപ്പോൾ ഈ കുളിക്കാത്ത ദിവസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അധികം ഞാൻ എന്നും രാവിലെ കുളിപ്പിക്കാൻ തന്നെ ചെയ്യുക. കുളി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾ പാടത്തേക്ക് ഇവിടെ കൊണ്ടുപോകാറ്. അപ്പോൾ ഇന്നിപ്പോൾ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഞാൻ മണിക്കുട്ടിനെ കുളിപ്പിക്കുന്ന ഇടയിൽ അവിടെ ഒരു ഐസുകാർ വന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവധിക വേഗം പോയിട്ട് അവളെ തൊണ്ടെടുത്തുകൊണ്ട് വന്നിട്ട് അത് ചില്ലറൊക്കെ എടുക്കും. അപ്പോൾ കോൺ ഐസ്ക്രീം ഉദ്ദേശിച്ചാണ് ആൾ പോയത്, പക്ഷെ കിട്ടിയത് കോൺ ഐസ്. അതിൻ്റെ ഒരു പരിഭവം കാണിക്കുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒരു ഐസുംകാർ ആ വഴിക്ക് പോകണുണ്ട്, അപ്പം അച്ഛൻ്റെ അടുത്തേക്കാണ് ഓട്ടം. അന്നൊക്കെ എൻ്റെ അച്ഛന് തെങ്ങി കയറിലായിരുന്നു പണി. തെങ്ങി കയറി വരുമ്പോൾ കയ്യിലുണ്ടാവുക ഒരു 7 രൂപയാണ്. ഒരു തെങ്ങി കയറി 7 രൂപയാണ് അന്നൊക്കെ കിട്ടിയിരുന്നത്.
അപ്പോൾ ആ ഒരു ചില്ലറയ്ക്ക് വേണ്ടിയിട്ട് അച്ഛൻ്റെ മടിത്തട്ടിൽ കൈയിട്ട് മാന്തലാണ് എൻ്റെ പണി. ആ 1 രൂപ 2 രൂപ അന്നൊക്കെ 50 പൈസയൊക്കെ മതിയായിരുന്നു. ആ 50 പൈസയ്ക്ക് വേണ്ടിയിട്ട് അച്ഛൻ്റെ ഒപ്പം നടക്കും. എങ്ങനെയായാലും അച്ഛൻ വാങ്ങിച്ച് തരും. കയ്യിൽ എത്ര ക്യാഷ് ഇല്ലെങ്കിലും അച്ഛൻ എങ്ങനെയെങ്കിലുമൊക്കെ ചില്ലറ ഒപ്പിച്ച് കയ്യിൽ തരും. അപ്പോൾ ഈ ഐസിന് വേണ്ടിയിട്ടുള്ള അവൻ്റെ പൊടിമോളുടെ ഈ തിരക്ക് കാണുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലം ഓർത്ത് പോകുന്നത്. മണിക്കുട്ടിക്ക് എന്നും കുളിക്കുന്നത് നല്ല ഇഷ്ടമാണ്. ഇന്നിപ്പോൾ ഒട്ടാകെ ചാണത്തിലൊക്കെ മുങ്ങിയിട്ടാണ് വരുന്നത്. അപ്പോൾ തേച്ചൊരുച്ച് കുളിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. ആളൊന്നും ചെയ്യൊന്നുമില്ല, എങ്ങനെ തേച്ചൊരുത്തിയാലും നിന്ന് തരും. എൻ്റെ മണിക്കുട്ടിനെ കുളിപ്പിക്കുന്നത് ഒരു സാധാ കുളിപ്പിക്കലല്ല, ഒരു സ്പെഷ്യൽ കുളിയാണ്. എണ്ണയൊക്കെ തേച്ചിട്ടുള്ള ഒരു കുളിയാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോയെന്നൊന്നും അറിയില്ല, പക്ഷെ ഞാനിങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമാണ്. അതിനും അവളൊന്നും ചെയ്യൊന്നുമില്ല, ആളൊരു സാധുവാണ്. എൻ്റെ മണിക്കുട്ടിനെ കൊണ്ടുവന്ന അന്ന് മുതൽ ആൾക്കാർ ചോദിക്കലുണ്ട്, ഇതിന് ഞങ്ങൾക്ക് തരുമോ, ഇരട്ടി ക്യാഷ് തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇത്ര അനുസരണം പാവമായൊരു പശുക്കുട്ടിനെ ഞാൻ എന്തിനാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത്? നമുക്ക് ചെറിയ കുട്ടികൾക്ക് വരെ ഇവിടെ കൊണ്ടെടുക്കാം, അത്രയ്ക്ക് പാവമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പശുക്കുട്ടിനെ കൊടുക്കാനും തോന്നണില്ല. എന്നാലും ഒരുപാട് ആൾ ചോദിക്കുന്നുണ്ട്. വീട്ടിലുള്ളവർ തന്നെ പറയും ഇതിനെ കൊണ്ടെടുക്കാൻ കഴിയില്ല, അതിനാർക്കെങ്കിലും കൊടുത്ത് കളയുന്നൊക്കെ. പക്ഷെ എനിക്കെന്തോ അതിനെ കൊടുക്കാനും തോന്നുന്നില്ല. അപ്പോൾ നമ്മളെ കയ്യിലൊക്കെ ഒതുങ്ങുന്നൊരു പശുക്കുട്ടിയാണ്. അത് കാരണം ഞാനിങ്ങനെ കൂടെ കൊണ്ടുപോകണം. എനിക്ക് നോക്കാൻ കഴിയുന്നിടത്തോളം കാലം ഞാൻ ഇവളെയും കൂടെ കൂട്ടും. ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് എൻ്റെ മണിക്കുട്ടിനെ സ്നേഹിച്ച് പോയി. ഇങ്ങനെ ഇണക്കം ഒതുക്കമുള്ളൊരു പശുക്കുട്ടിനെ കിട്ടുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. ഇങ്ങനെ എണ്ണത്തിൽ ഒന്നേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എല്ലാവരും പറയും മൂക്കയറിടാനൊക്കെ, മൂക്ക് കുത്താനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ മൂക്ക് കുത്തേണ്ട ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. ഇനി വേണ്ടി എന്നാൽ കുത്തുകയും ചെയ്യും. ഇപ്പോൾ ഞാനിങ്ങനെ കൊണ്ടെടുക്കുന്നേ ഉള്ളൂ. ഇന്നാൾക്ക് ചെറിയൊരു കുറുമ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുളിപ്പിക്കാനൊക്കെ നേരം വൈകിയിട്ടുണ്ട്. അപ്പോൾ ഈച്ചൊക്കെ പൊതിയുന്ന കാരണം അവൾ കുളിപ്പിച്ച് കൊടുക്കുവോളം കരച്ചിൽ തന്നെയാണ്. ഇങ്ങോട്ട് വാ. അപ്പോൾ മണിക്കുട്ടിയുടെ കുളിയൊക്കെ കഴിഞ്ഞ് സൂപ്പറായി. നമുക്ക് നേരം കാലമൊന്നുമില്ല, കുളിച്ചാൽ മതി. ഈച്ച എങ്ങനെ കടിക്കുന്ന കാരണം അവളിനിപ്പോൾ വിട്ടാൽ തന്നെ വേഗം ഈ തെങ്ങിന് ചുവട്ടിലവിടെ വന്ന് നിൽക്കും. കുളി കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത പരിപാടിയൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ.